ഒന്ന് നമുക്കൊരു സമ്മറി ഒന്ന് ആലോചിച്ച് നോക്കാം, എന്നിട്ട് ഇതിലേക്ക് കിടക്കാം. നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ പേര് ബഡ്ജറ്റ് അല്ലെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് ഒരു റിവിഷൻ മാതിരി വീണ്ടും ഒന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ഒന്ന് ഡോക്യുമെന്റൈസ് ചെയ്തു. കറക്റ്റ് ആണല്ലോ? അതിൽ നിന്ന് തന്നെ മനസ്സിലായി ബഡ്ജറ്റിന് രണ്ട് പാർട്ട് ഉണ്ട്, റവന്യൂ പാർട്ടും ഉണ്ട്, എക്സ്പെൻഡിച്ചർ പാർട്ടും ഉണ്ട്. ഇപ്പൊ എക്സ്പെൻഡിച്ചർ റവന്യൂ പ്രകാരം ബഡ്ജറ്റിന് മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു: ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. യൂഷ്വലി എല്ലാ ഗവൺമെന്റ് ഏത് തരം ബഡ്ജറ്റിലായിരിക്കും? ഡെഫിസിറ്റ് ബഡ്ജറ്റിലായിരിക്കും. ഡെഫിസിറ്റ് ബഡ്ജറ്റിലാണെങ്കിലാണ് ഗവൺമെന്റിന് വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഗവൺമെന്റ് ബഡ്ജറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു: റവന്യൂ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അസറ്റും ലയബിലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അസറ്റിനെയും ലയബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന അക്കൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പേരിട്ടു. റവന്യൂ അക്കൗണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. റവന്യൂ അക്കൗണ്ടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കറക്റ്റ് അല്ലേ? എന്തൊക്കെയായിരുന്നു? റവന്യൂ റെസീപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റവന്യൂ. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ, നമ്മൾ പഠിച്ചതല്ലേ. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് കടന്നു? ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ എന്താ? ഇൻകത്തിനേക്കാൾ കൂടുതൽ, റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. ഇനി അതിൽ നിന്ന് റവന്യൂ ഡെഫിസിറ്റിലേക്ക് വന്നു. എന്താണ്? റവന്യൂ അക്കൗണ്ടിന്റെ റെസിപ്റ്റ് മൈനസ് റവന്യൂ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ. ഇനി അതിനെ നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ചില എക്സ്പെൻഡിച്ചർ ഉപയോഗിച്ച് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ അതിന്റെ പേര്? ഗ്രാൻസ് ഓൺ ക്യാപിറ്റൽ ക്രിയേഷൻ അല്ലെ. ഇപ്പോ റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഗ്രാൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ടേം, അല്ലെങ്കിൽ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ടേം. ഇനി ബഡ്ജറ്റ് ഡെഫിസിറ്റിന്റെ പ്രശ്നം എന്താ? ഗവൺമെന്റിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കടം എടുത്തു കഴിഞ്ഞാൽ ഡെഫിസിറ്റ് കുറവാന്ന് കാണിക്കാൻ പറ്റും. ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എക്സ്പെൻഡിച്ചർ മൈനസ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ റെസീപ്റ്റ് അല്ലെ. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ ഈ വർഷം ക്രിയേറ്റ് ചെയ്ത ഡെറ്റ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് സബ്ട്രാക്ട് ചെയ്ത എന്ത് കിട്ടി? നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടി. മോണറ്റൈസേഷൻ ഓഫ് ഡെഫിസിറ്റ് എന്താന്ന് പറഞ്ഞു? കടമെടുക്കുന്നതിന് പകരം കറൻസി പ്രിന്റ് ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ്. എന്താ കാരണം? ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. ഇനി കടമെടുക്കുന്നത് രണ്ട് തരത്തിൽ കടമെടുക്കാം. ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന് കടമെടുക്കാം, ഇന്റേണൽ ഡെറ്റ്. ഇന്ത്യക്ക് പുറത്തു നിന്ന് കടമെടുക്കാം, എക്സ്റ്റേണൽ ഡെറ്റ്. 90% ഡെറ്റും ഇന്റേണൽ ഡെറ്റാണ്, 10% ഡെറ്റാണ് എക്സ്റ്റേണൽ ഡെറ്റ്. ഇനി എക്സ്റ്റേണൽ ഡെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, കൂടുതൽ ഡെറ്റ് എടുത്തിട്ടുള്ളത് ഏത് കറൻസിയിലാ? 54% ഡോളറിലാണ്, ഒരു 34% ഇന്ത്യൻ രൂപയിലാണ്. അതിന് പുറമെ ഉള്ളത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഉണ്ട്, ജാപ്പനീസ് യെൻ ഉണ്ട്, അതർ കറൻസീസും കാര്യങ്ങളും ഉണ്ട്. അത്രയും കണ്ടു. അതിനുശേഷം നമ്മൾ ഒരു FRBM ആക്ട് ഒക്കെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതിന് കൂടുതൽ പറയണ്ടല്ലോ. ഗവൺമെന്റ് ഡെറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റ് പാസ്സാക്കിയ നിയമം FRBM ആക്ട്. ആ കംപ്ലീറ്റ് ചരിത്രം കഴിഞ്ഞു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ച് പഠിച്ചു. എന്താ അയാളുടെ പേര്? ഫിനാൻസ് കമ്മീഷൻ. ജനറലി ചെയ്യുന്ന കാര്യം എന്താ? എല്ലാ ടാക്സുകളും വരുന്ന ഒരു പബ്ലിക് പേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് അക്കൗണ്ട് ഉണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ആ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റിന് എത്ര പൈസ കൊടുക്കണം, സെന്ററിന് എത്ര എടുക്കാം, അത് ഡിസൈഡ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. സ്റ്റേറ്റ്സിന് മൊത്തത്തിൽ കൊടുക്കുന്ന 41% ഫണ്ട് 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തതിൽ ഓരോ സ്റ്റേറ്റിന് എത്ര വെച്ച് കിട്ടും അതും റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് വൺ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ. പല പാരാമീറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് 15th ഫിനാൻസ് കമ്മീഷൻ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഹയസ്റ്റ് വെയിറ്റേജ് ഇൻകം ഡിസ്റ്റൻസ് 45%, പോപ്പുലേഷൻ 2011 ഡാറ്റ, ഏരിയ, ഇത് രണ്ടിനും 15%. ഫോറസ്റ്റ് അല്ല, അടുത്ത 12.5 എന്താണ്? 12.5 ഡെമോഗ്രാഫിക് പെർഫോമൻസ് 12.5. ഫോറസ്റ്റ് ആൻഡ് എക്കോളജി 10%, ടാക്സ് എഫേർട്ട് 2.5%. ഫിനാൻസ് കമ്മീഷന്റെ ചില റെക്കമെൻഡേഷൻ കണ്ടു, ചാപ്റ്റർ തീർന്നു. അടുത്ത ചാപ്റ്റർ. ഇപ്പൊ നമ്മൾ ഇതിൽ കണ്ടു ഗവൺമെന്റിന്റെ
റവന്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു മെജോറിറ്റി റവന്യൂ വരുന്നത് ഏത് സോഴ്സിലൂടെയാണ്? ടാക്സേഷൻ. നമ്മളൊരു 1 റുപ്പി ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയപ്പോൾ കണ്ടിരുന്നു 17% GST നിന്ന് വരുന്നുണ്ട്, 15% ഇൻകം ടാക്സിൽ നിന്ന് വരുന്നുണ്ട്, 15% കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ കുറെ സോഴ്സുകൾ കണ്ടില്ലേ? സോ ദി മേജർ പാർട്ട് ഓഫ് ഗവൺമെന്റ് ഇൻകം ഈസ് കമ്മിങ് ഫ്രം ടാക്സേഷൻ. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ അടുത്ത ഡിസ്കഷൻ എന്താണ് ടാക്സ്? 2 തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സുകൾ ഉണ്ട്. നമുക്ക് അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഓരോ ടാക്സേഷനെയും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമ്മളിത് ഈ ഒരു വാക്ക് എന്താണെന്ന് നോക്കാം. ഫിസ്ക്കൽ പോളിസി. ഗവൺമെന്റിന്റെ ടാക്സേഷൻ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡി വ് ഇതിനെ കുറിച്ച് ഗവൺമെന്റിന്റെ പോളിസീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസ്ക്കൽ പോളിസി. ടാക്സേഷൻ ഓർ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ഗവൺമെന്റ് ഈസ് കോൾഡ് ഫിസ്ക്കൽ പോളിസി. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? നമ്മൾ ബിസിനസ് സൈക്കിൾ പഠിപ്പിച്ചിരുന്നു അല്ലെ? ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരയ്ക്കട്ടെ. ബിസിനസ് സൈക്കിളില് 4 സ്റ്റേജ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? ഗ്രോത്ത് അല്ലെ? ഈ താഴേക്ക് പോകുന്ന ഈ സ്റ്റേജ് പക്ഷെ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് പേര് വിളിച്ചു? സ്ലോ ഡൗൺ. സ്ലോ ഡൗൺ ഒന്നും കൂടി മോശമായി കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകും? നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോകും. ഇതിനെ നമ്മൾ എന്തെന്ന് പേര് വിളിച്ചു? റിസഷൻ. റിസഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ പ്രോസസ്സിന് എന്തെന്ന് പേര് വിളിച്ചു? റിക്കവറി. കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസീസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? ബൈ 1930s 1930 വരെ ഗവൺമെന്റിന് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നത്. പ്രധാനമായി ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ഫോളോ ചെയ്തിരുന്ന പോളിസി എന്ന് പറയുന്നത് മാർക്കറ്റ് പോളിസിയാണ്. ക്യാപിറ്റലിസ്റ്റ് ഞാൻ എടുത്തപ്പോ പറഞ്ഞിരുന്നു അല്ലെ? ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷനും സപ്ലൈയും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? പ്രൈവറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇപ്പൊ ഒരു മാർക്കറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, റിസഷൻ ആണെങ്കിലും, സ്ലോ ഡൗൺ ആണെങ്കിലും, ഗ്രോത്ത് ആണെങ്കിലും, എല്ലാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ കവർ ചെയ്യുന്നതാണ് 1930 വരെയുള്ള ഫിലോസഫി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ 1920 വേൾഡ് എക്കണോമിയിൽ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഫിനോമിന നടന്നു, വിച്ച് ഈസ് കോൾഡ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഈ വാക്കിൽ നിന്ന് തന്നെ അറിയാം, ഈ റിസഷൻ എന്ന് പറയുന്നത് വളരെ വളരെ മോശമാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വളരെ നെഗറ്റീവ് ആവുന്ന അവസ്ഥയാണ് എന്ത്? ഗ്രേറ്റ് ഡിപ്രഷൻ. എന്തൊക്കെയായിരിക്കും ഗ്രേറ്റ് ഡിപ്രഷന്റെ ഒരു ഔട്ട്കം? നമ്മൾ ഇത്രയൊക്കെ പഠിച്ചതിന്റെ പുറത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹയർ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഹയർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ, പോവേർട്ടി, ലാക്ക് ഓഫ് ഡെവലപ്മെന്റ്, ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. മൊത്തത്തിലെ എക്കണോമി വളരെ വളരെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ മാർക്കറ്റ് ഫിലോസഫിയിലേക്ക് എല്ലാവരും നോക്കും. എന്ത്? ക്യാപിറ്റലിസ്റ്റുകാർ എപ്പോഴും എന്താ നോക്കുക? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ ശരിയാക്കുന്നു വിചാരിച്ചിരുന്നു. അപ്പൊ ആക്ച്വലി അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വീണ്ടും ഗ്രോത്ത് താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു എക്കണോമിസ്റ്റ് അങ്ങോട്ടേക്ക് വന്നു. ജോൺ കീൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് വന്നു. പുള്ളി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ബുക്കാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ പുസ്തകത്തിൽ ജോൺ കീൻസ് പറയാണ്, എക്കണോമി സ്ലോ ഡൗൺ അല്ലെങ്കിൽ റിസഷനിലേക്ക് പോകുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേജിൽ അവിടെ ആര് ഇടപെടണം? ഗവൺമെന്റ് ഇടപെടണം. ഒരു എക്കണോമി സ്ലോ ഡൗൺ അല്ലെങ്കിൽ റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആര് ഇടപെടണം? ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റ് ഇടപെട്ട് അവിടെ ഏത് തരം പോളിസി ഫോം ചെയ്യണം? എക്സ്പാൻഷനറി പോളിസി ഗവൺമെന്റ് ചൂസ് ചെയ്യണം. എന്താണ് എക്സ്പാൻഷനറി പോളിസീസിന്റെ ഫിലോസഫി? നമ്മൾ എടുത്തിരുന്നു. എക്സ്പാൻഷനറി പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യണം, ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കണം. ഈ 2 പോളിസി ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആളുകളുടെ ഡിസ്പോസബിൾ ഇൻകം കൂടും, എക്കണോമിയിലെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം കോമ്പൗണ്ട്ലി എന്തിനു ഹെൽപ്പ് ചെയ്യും? എന്തിന്? എക്കണോമിക് ഗ്രോത്ത്, പുതിയ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ മണി വരാൻ കാരണവും. ഓൾ ഓഫ് ദം വിൽ ലീഡ് ടു മോർ demand. More demand will lead to more supply.
ഓവർ ദി പീരിയഡ് സ്ലോ ഡൗൺ അല്ലെങ്കിൽ റിസഷൻ റിക്കവറിയിലേക്കും പിന്നീട് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യും. ഗവൺമെന്റ് എടുക്കുന്ന ഇത്തരം പോളിസീസിനെ ജോൺ കീൻസ് വിളിച്ചിട്ടുള്ള പേരാണ് സ്റ്റിമുലസ് പാക്കേജ്. എന്തെന്ന പേര് വിളിച്ചിട്ടുള്ളത്? സ്റ്റിമുലസ് പാക്കേജ്. സ്ലോ ഡൗണോ അതേപോലെ തന്നെ റിസഷനോ ആണെങ്കിൽ ഗവൺമെന്റ് എക്കണോമിയിൽ ഇടപെടണം. ഗവൺമെന്റ് ഇടപെട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യണം, ടാക്സ് ഡിക്രീസ് ചെയ്യണം, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണം. ഇതിനു വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസിനെയാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ എക്സ്പാൻഷനറി പോളിസി അല്ലെങ്കിൽ സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറയുന്നത്. വൺസ് എക്കണോമി റിക്കവർ ചെയ്ത് ഗ്രോത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്യണ്ട? ഇടപെടണ്ട. വീണ്ടും ആരെന്നെ എക്കണോമിനെ മാനേജ് ചെയ്തോളും? മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാനേജ് ചെയ്തോളും. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നതെന്ന്? So it is called the fiscal policy. Whenever the economy is slowing down or in recession, government will increase its expenditure and reduce its tax. The expenditure and taxation policy of government is generally called fiscal policy. ഇതുവരെ ഓക്കെ ആണല്ലോ? Again repeating, what is monetary policy? എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി. ആരാണ് മോണിറ്ററി പോളിസി ചൂസ് ചെയ്യുന്നത്? RBI. അടുത്ത ചാപ്റ്റർ കേട്ടാ, ബാങ്കിങ് ആൻഡ് RBI അടുത്ത ചാപ്റ്റർ. ഓക്കെ. ഇനി ഗവൺമെന്റ് എക്സ്പാൻഷനറി പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. നോക്കിയേ, ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് വാസ് ഡെഫിസിറ്റ്? എന്താണ് ഡെഫിസിറ്റ്? ജനറലി എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ അല്ലെ? അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനത്തിലെ കുറവാണ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് അങ്ങനെ അഡ്രസ് ചെയ്യുക? കറൻസി പ്രിന്റ് ചെയ്യോ? ഇല്ല. ഗവൺമെന്റ് എന്ത് ചെയ്യും? കടമെടുക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കടമെടുക്കുന്ന രീതിയാണ് എന്ത്? ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണ്. ശരിയല്ലേ? അപ്പൊ ഗവൺമെന്റിന് ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കൂടുതൽ പൈസ കടമെടുക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ റിസഷനും സ്ലോ ഡൗൺ ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ ആണ് ഇതുവരെ? എക്സ്പാൻഷനറി പോളിസീസിൽ എന്താ ചെയ്യുന്ന? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടും. എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ മക്കളെ ഉണ്ടാവുക? ഡെഫിസിറ്റ് കൂടും. ഗവൺമെന്റ് കൂടുതൽ കടമെടുക്കേണ്ടി വരും. കൂടുതൽ കടമെടുക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കും. ബാങ്കിൽ നിന്ന് ഗവൺമെന്റ് കൂടുതൽ ലോൺ എടുത്തതിന് എന്താ സംഭവിക്കുക? ബാങ്കിന്റെ കയ്യിൽ ലോൺ കൊടുക്കാനുള്ള എമൗണ്ട് ഫിക്സഡ് അല്ലേ? കൂടുതൽ ലോണ് ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാൻ ബാങ്കിന്റെ കയ്യിൽ ലോൺ ഉണ്ടാവോ? കാര്യമായിട്ട് ഇല്ല. പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്ന ലോണിന്റെ എമൗണ്ട് എന്തുണ്ടാവും? കുറയും. പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്ന ലോണിന്റെ എമൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പ്രൈവറ്റുകാർ ലോണ് വേണമെന്ന് പറയും. ബാങ്കിന്റെ കയ്യിലുള്ള ലോണിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ പ്രൈവറ്റിന് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ ഉണ്ടാവുക? ആലോചിച്ച് പറയും. ബാങ്കിന്റെ ആകെ കുറച്ച് പൈസയുള്ളൂ, ഒരുപാട് ആൾക്കാർ ലോൺ എടുക്കാൻ വന്നു. ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്ലൈയുമായിട്ട് തന്നെ ഒന്ന് കണക്ട് ചെയ്ത്, സപ്ലൈ ബാങ്കിന്റെ മണി കുറവ്, ഒരുപാട് ആൾക്കാർ ഡിമാൻഡ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? നമ്മുടെ ഭാഷയിൽ ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പ്രൈവറ്റുകാർ കട എടുക്കോ? ഇല്ല. ഭാവിയിൽ ലോണ് തിരിച്ചടയ്ക്കാൻ പൈസ കൂടും. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി എക്കണോമി വിൽ ബി affected. This situation is called crowding out effect. ക്ലിയർ ആണോ? എന്താണ്? ഗവൺമെന്റ് ഇന്ത്യക്ക് പുറത്ത് നിന്ന് കടമെടുക്കാനുള്ളതിന്റെ ഒരു റീസൺ ആണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്. ഗവൺമെന്റിന് കടമെടുക്കണമെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്ന് ഒരുപാട് കടമെടുത്തതിനാൽ ഇന്ത്യക്കുള്ളിലെ പ്രൈവറ്റ് സെക്ടറിന് കടമെടുക്കാൻ കാശുണ്ടാവില്ല. മറിച്ച് ഗവൺമെന്റ് കുറച്ച് കടം ഇന്ത്യക്ക് പുറത്തു നിന്ന് എടുത്താലോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ബാങ്കിന്റെ കയ്യിലുണ്ടാവും. അത് ആർക്ക് കിട്ടും? പ്രൈവറ്റ് സെക്ടറിന് കിട്ടും. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്തു പോകുന്നതെന്നുള്ള ഒരു റീസൺ ക്ലിയർ അല്ലേ? ഏത് പ്രശ്നം അഡ്രസ് ചെയ്യാൻ? ക്രൗഡിങ് ഔട്ട് എഫക്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. എന്താണ് ഈ ക്രൗഡിങ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് ഒരുപാട് കടം എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിന് ലോണ് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഈസ് എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്ന ഈ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ക്രൗഡിങ് ഔട്ട് എഫക്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ടാക്സേഷനിലേക്ക് നമുക്ക് കയറാം. എന്തിനാണ് ഗവൺമെന്റ് ടാക്സ് ഏർപ്പെടുത്തുന്നത്? ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരുപാട് എന്ത് തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? വെൽഫെയർ ആക്ടിവിറ്റീസ്. വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് എന്താവാം? ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ എഡ്യൂക്കേഷൻ ആവാം,
ഹെൽത്ത് ആയിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം, എൽഡർലി പീപ്പിൾസിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം, നമ്മുടെ നാട്ടിലെ യൂത്തിന്റെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പല കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് എന്ത് ചെയ്യണം? പൈസ ചെലവാക്കണം അല്ലെ? പൈസ ചെലവാക്കണമെങ്കിൽ ഗവൺമെന്റിന് എന്ത് വേണം? കോൺസ്റ്റന്റ് ഒരു ഇൻകം വരണം. ആ ഇൻകം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ടാക്സ്. ഈ ടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏൻഷ്യന്റ് ഇന്ത്യ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ജനപദാസിന്റെ ടൈം തൊട്ടേ ടാക്സേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇനീഷ്യൽ ടൈമിൽ ഈ കിങ്ഡം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ടാക്സ് എന്ന് പറയുന്നത് വോളണ്ടറി, താല്പര്യമുള്ളവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. പിന്നീട് പതുക്കെ അത് മൗര്യൻ ടൈമൊക്കെ അല്ലെങ്കിൽ മഹാജനപദയൊക്കെ എത്തുമ്പോൾ എല്ലാ ആൾക്കാരും നിർബന്ധമായി ടാക്സ്. അഗ്രികൾച്ചറൽ ആയിട്ടുള്ളതാണെങ്കിൽ പ്രൊഡ്യൂസിന്റെ ഒരു ഭാഗമായിരുന്നു. ഓവർ ദി പീരിയഡ് എക്കണോമി എന്തിലേക്ക് വന്നു? ഗുഡ്സിൽ നിന്ന് മണി എക്കണോമിയിലേക്ക് വന്നപ്പോ നമുക്ക് കിട്ടുന്ന മണിയുടെ ഒരു പെർസെന്റേജ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വന്നു. ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ടാക്സേഷൻ എന്ന് പറയുന്ന കാര്യം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ടാക്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടാക്സിന്റെ ഒന്ന് രണ്ട് ബേസ് ആയിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി എടുത്തിരുന്നു. എന്താ മക്കളെ ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ എത്ര പെർസെന്റേജ് ആളുകളാണ് ടാക്സ് അടയ്ക്കുന്നത്, ആ ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ പെർസെന്റേജിനെയാണ് നമ്മൾ ടാക്സ് ബേസ് എന്ന് പറയാം. അപ്പൊ ഇത്തവണത്തെ ഇൻകം ടാക്സ് പ്രൊപ്പോസൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം. പിന്നീട് ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നോക്കുമ്പോൾ കാണാം, കഴിഞ്ഞ വർഷം വരെ 0 തൊട്ട് 5 ലക്ഷം വരെയുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നിൽ അല്ലെങ്കിൽ 0 ആയിരുന്നു. ഈ വർഷം ആ ടാക്സ് സ്ലാബ് മാറ്റി 0 to 3 lakh വരെയുള്ള ആളുകൾക്കാണ് ടാക്സ് എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കിയിട്ടുള്ളൂ. എബവ് 3 lakh തൊട്ട് ഇൻകം ഉള്ളവർ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും കൂടുതൽ ആളുകൾ ടാക്സ് അടയ്ക്കുന്ന കാറ്റഗറിയിലേക്ക് വരും അല്ലെ? 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എണ്ണം കൂടില്ലേ? ഇപ്പൊ കൂടുതൽ ആളുകളിലേക്ക് ടാക്സ് അടയ്ക്കുന്നത് ഗവൺമെന്റ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പേര് പറയാം? ടാക്സ് ബേസ് എന്ന് പറയാം. അതിന്റെ ഒരു ഡേറ്റ കൊടുത്തിട്ടുണ്ട്. മെയിൻസിൽ ഇത്ര എഴുതിയാലൊന്നും മാർക്ക് കിട്ടില്ല. എന്ത് കോട്ട് ചെയ്യണം? ഡേറ്റ കോട്ട് ചെയ്യണം. എന്താണ് ഡേറ്റ? ഇന്ത്യയിലെ ഏകദേശം നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 136 വിട് റൗണ്ട് ഓഫ് അറൌണ്ട് 130 crore പീപ്പിൾ ഉണ്ടെങ്കിൽ അതിൽ ടാക്സ് അടയ്ക്കുന്നത് ജസ്റ്റ് എത്രയാ? 8 crore ആണ്. പെർസെന്റേജിലേക്ക് മക്കളെ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയതിനെ, ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർസെന്റേജ് എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ 10% അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത് ലെസ് ദാൻ 10% അല്ലേ? 80/13 എന്ന് പറയുമ്പോൾ ഏകദേശം 6 to 7% ആണ്. ഇന്ത്യൻ പോപ്പുലേഷനിലെ 6 തൊട്ട് 7% ആളുകൾ മാത്രമേ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അത്രയും ആളുകളെ ടാക്സ് അടയ്ക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് റവന്യൂ ഒബ്വിയസ്ലി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഗവൺമെന്റിന് ഒരുപാട് എന്തെടുക്കേണ്ടി വരും? കടമെടുക്കേണ്ടി വരും. അപ്പൊ ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താ? ഓൾറെഡി അടയ്ക്കുന്ന 8 കോടി ആൾക്കാരുടെ മുകളിൽ വീണ്ടും അടയ്ക്കാൻ പറയാണോ ചെയ്യണ്ടേ? മര്യാദയല്ലല്ലോ. അടയ്ക്കാത്ത ആളുകളോട് ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് പറയണം. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ടാക്സ് ബേസ് ഈസ് എ ബെറ്റർ സ്ട്രാറ്റജി ഫോർ അഡ്രസ്സിങ് ഗവൺമെന്റ് ഡെറ്റ് ഓർ ഡെഫിസിറ്റ്. ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഏത് ഡേറ്റ് കോട്ട് ചെയ്യുമ്പോഴും അത് ഏത് വർഷത്തെ ഡേറ്റ് ആണെന്ന് നിങ്ങൾ പറയണം. 2021 ഡേറ്റ് ആണ്, 22 23 24 ഡേറ്റ് എഴുതുന്നുണ്ടെങ്കിൽ ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയ ഡേറ്റ് ആണെന്ന് എഴുതണം. വർഷം ഏതാണെന്നും കൃത്യമായി നോട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡേറ്റ് എക്കണോമിക് സർവേ എന്ന് കിട്ടിയതാണെന്ന് വിചാരിക്കുക. ഡേറ്റ ഈസ് ഫ്രം എക്കണോമിക് സർവേ എന്ന് എഴുതുന്നതിന് പകരം ഏത് വർഷത്തെ എക്കണോമിക് സർവേ അല്ലെങ്കിൽ ഏത് വർഷത്തെ ബഡ്ജറ്റ് എന്നും കൃത്യമായി നോട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വായുന്ന് എടുത്ത് എഴുതിയതാണെന്ന് വിചാരിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തതാണ് ലോഫേഴ്സ് കർവ്. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആക്സിസിൽ ടാക്സ് റേറ്റും വൈ ആക്സിസിൽ ടാക്സ് റവന്യൂ ഉണ്ട്. ഗ്രാഫിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് വായിക്കണ്ട കേട്ടോ, ഗ്രാഫ് മാത്രം അനലൈസ് ചെയ്യും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം? ഒബ്വിയസ്ലി എന്താണ്, ഇപ്പൊ 8 കോടി ആളുകൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ നമ്മൾ 8 കോടി ആൾക്കാരെ അടയ്ക്കുന്ന ടാക്സ് 5% വെച്ചിട്ടാണ് അവർ ടാക്സ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക. എല്ലാ ആൾക്കാരും 5% വരുമാനത്തിന് ടാക്സ് അടയ്ക്കുന്നത്. ഞാൻ 5% എന്ന് പറയുന്നത് 8% കൂട്ടിയെന്ന് വിചാരിക്കുക അവര് വരുമാനത്തിന്റെ ടാക്സ്. ഒബ്വിയസ്ലി ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് റവന്യൂ എന്താ ഉണ്ടാവുക? കൂടും അല്ലെ?
8 കോടി ആളുകൾ 5% അവര് വരുമാനം ടാക്സ് അടയ്ക്കുന്നത്. ഞാൻ 8% നാളെ തൊട്ട് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റിലേക്ക് കൂടുതൽ കാശ് വരും. അതാണ് ആദ്യത്തെ റിലേഷൻ. ഗവൺമെന്റ് ടാക്സിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തതിന് എന്താ സംഭവിക്കുക, ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് കൂടി 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 വരും. ഇതുവരെ ഓക്കെ ആണോ? ഞാൻ ഈ 5% ഉള്ളത് ഒരു 80% ആക്കി എന്ന് വിചാരിക്കുക, വെറുതെ പറയാണ്. ഗവൺമെന്റ് ടാക്സ് കൂട്ടാൻ വേണ്ടി ടാക്സ് റേറ്റ് കൂട്ടി കൂടി, നിങ്ങൾ കിട്ടുന്നത്, നിങ്ങളുടെ വരുമാനം 100 രൂപയാണെങ്കിൽ 80 രൂപ ടാക്സ് അടയ്ക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടാവുമോ? നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം 10 രൂപ എന്നൊക്കെ ഗവൺമെന്റ് അക്കൗണ്ടിൽ കാണിക്കാൻ തുടങ്ങും. 10 രൂപയുടെ 80% 8 രൂപ പോയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങും, ആളുകൾ ഒരു പരിധിക്ക് അപ്പുറം ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അണ്ടർ റിപ്പോർട്ടിങ്, ടാക്സ് അടയ്ക്കാതിരിക്കുക, ടാക്സ് ഇവേഷൻ പോലെയുള്ള പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ടാക്സ് റേറ്റ് വരുമാനം കൂട്ടാൻ വേണ്ടി കൂട്ടിക്കൊണ്ടിരുന്നത് നല്ലൊരു മെത്തഡാണോ? ഒരു പർട്ടിക്കുലർ പോയിന്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആളുകൾ എന്ത് ചെയ്യില്ല, ടാക്സ് അടക്കില്ല. അപ്പൊ ടാക്സിൽ നിന്നുള്ള റവന്യൂ ഒരു പർട്ടിക്കുലർ റേറ്റിന് മുകളിൽ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ടാക്സ് റവന്യൂ കുറഞ്ഞ് 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 കുറഞ്ഞു വരും. ഉദാഹരണം, എക്സാമ്പിൾ, എക്കണോമി സ്ലോ ഡൗൺ അല്ലെങ്കിൽ റിസഷനിലാന്ന് വിചാരിക്കും. റിസഷന്റെ സമയത്ത് ഗവൺമെന്റ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആലോചിച്ച് ഉത്തരം പറയും. എക്കണോമി ഓൾറെഡി റിസഷൻ അല്ലെങ്കിൽ സ്ലോ ഡൗണിലാണ്. ആ സമയത്ത് ഗവൺമെന്റ് ടാക്സ് ഭയങ്കരമായിട്ട് കൂട്ടി, എന്താ സംഭവിക്കുക? ഓൾറെഡി റിസഷനിലാവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വരുമാനം ഇല്ല. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ സാധനങ്ങൾ മേടിക്കാനുള്ള പ്രോപ്പർ ഇൻകം ഇല്ല. ആ സമയത്ത് ഗവൺമെന്റ് ടാക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല, നമ്മൾ പോവേർട്ടിയിലാവും. അപ്പൊ നമ്മൾ എന്താണ്, ജീവിതമാണോ വലുത്, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ആണോ വലുത്? ജീവിതം. അപ്പൊ നമ്മൾ ടാക്സ് ഒന്നും അടക്കില്ല. ടാക്സ് അടയ്ക്കാണ്ട് മുങ്ങാൻ നോക്കും. പല ഉടായ്പ ടെക്നിക്ക്. നമ്മൾ ആദ്യം പോയി ആരെ കാണും? നല്ലൊരു CA കാരനെ കാണും അല്ലെ. അവര് പറഞ്ഞു തരും എങ്ങനെയൊക്കെ ടാക്സ് വെട്ടിക്കാന്ന് പറഞ്ഞു തരും. നമ്മളൊക്കെ അത് ഉപയോഗിക്കും. ശരിയല്ലേ? മറിച്ച് ഗവൺമെന്റ് ടാക്സ് റേറ്റ് കുറച്ച് വെച്ചിരിക്കാന്ന് വിചാരിക്കുക. 100 രൂപ വരുമാനം കിട്ടുമ്പോൾ 4 രൂപ ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. കുഴപ്പമില്ലല്ലോ, 4 പോട്ടെ, വലിയ ബഹളമൊന്നും ഇല്ലാതെ ജീവിക്കാലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ കൊടുക്കും. കറക്റ്റ് ആണോ? അപ്പൊ ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻ എന്താ? ടാക്സ് റേറ്റ് കൂട്ടിയ ടാക്സ് റവന്യൂ കൂടും. പക്ഷെ ഒരു ബിയോണ്ട് എ പർട്ടിക്കുലർ പോയിന്റ് ഗവൺമെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ എന്തടക്കില്ല, ടാക്സ് അടക്കില്ല. ഈ ഒപ്റ്റിമം റേറ്റ് കണ്ടുപിടിക്കലാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ചില സമയത്ത് അവർ ടാക്സ് കുറയ്ക്കും, ചില സമയത്ത് ടാക്സ് കൂട്ടും. ഉദാഹരണം പറയട്ടെ, കോവിഡിന്റെ ടൈമില് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ത് ചെയ്തിരുന്നു? കോർപ്പറേറ്റ് ടാക്സ് കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിരുന്നു. കോർപ്പറേറ്റ് ടാക്സ് കട്ട് എന്ന് പറഞ്ഞാൽ 30% ആയിരുന്ന കോർപ്പറേറ്റ് ടാക്സ് ഗവൺമെന്റ് 22% ആക്കി കുറച്ചു. എന്താണ് ഇതിന്റെ കാരണം? എന്തായിരിക്കും ഇതിന്റെ ഗുണം? ആലോചിച്ചു നോക്കി. 30% വരുമാനത്തിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്നത് കോർപ്പറേറ്റ് 22% അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? എന്താ ഗുണം? കോവിഡിന്റെ ടൈമില് ബാക്കി 8% പൈസ പ്രോഫിറ്റ് അവരുടെ കയ്യിലിരിക്കും അല്ലെ. കയ്യിൽ എക്സ്ട്രാ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അവർ അത് എന്ത് ചെയ്യുന്നതാണ്? വെപ്പ്, ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യും. കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്തതിന് കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. കൂടുതൽ ആളുകളിലേക്ക് പൈസ എത്തും. പൈസ എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ വീണ്ടും ഡിമാൻഡ് ചെയ്യും. ഡിമാൻഡ് ചെയ്തതിന് വീണ്ടും സപ്ലൈ കൂടും. സപ്ലൈ കൂടിയ വീണ്ടും ജോബ് ക്രിയേറ്റ് ചെയ്യും. ജോബ് ക്രിയേറ്റ് ചെയ്തതിനാൽ ഇങ്ങനെ 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 എന്ത്, എക്കണോമി സ്ലോ ഡൗണിൽ നിന്ന് വീണ്ടും എന്തിലേക്ക് വരും? ഗ്രോത്തിലേക്ക് വരും. ക്ലിയർ ആണോ? അപ്പൊ ഗവൺമെന്റ് എപ്പോഴൊക്കെയാണ് ടാക്സ് കട്ട് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ടാക്സ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്? ബിസിനസ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് ലാഫേഴ്സ് കർവ്. ചോദിക്കാം ടാക്സ് റവന്യൂവും ടാക്സ് റേറ്റും. വേറൊരു കർവ് ഇതേപോലെ ഞാൻ പഠിപ്പിച്ചത് ഇൻഫ്ലേഷനിൽ ഫിലിപ്പ് കർവ്, ഓർക്കുന്നുണ്ടോ? ഇൻഫ്ലേഷനിൽ എന്താണ്? അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻ കോട്ട് ചെയ്ത അതായിരുന്നു ഫിലിപ്പ് കർവ്. ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻ കോട്ട് ചെയ്തിട്ടുള്ളതാണ് ലാഫർ കർവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒക്കെ മനസ്സിലാക്കാട്ടെ ഈ ഷേപ്പ് ഒക്കെ. ഇനി നമുക്ക് ടാക്സിനെ ഡിവൈഡ് ചെയ്ത് തുടങ്ങാം. ടാക്സിനെ നമ്മൾ ജനറലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ടാക്സസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. വാട്ട് ആർ ദേ? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേമുകൾ അറിയണം. ആദ്യത്തെ ടേമാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷനും ഇമ്പാക്ട് ഓഫ് ടാക്സേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ആദ്യത്തെ ഒരു ടാക്സ് എക്സാമ്പിൾ എടുക്കാണ് GST. നിങ്ങളൊരു റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചു.
ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡിന്റെ ബില്ലിനോടൊപ്പം തന്നെ CGST SGST 2.5% 2.5% എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് ഗവൺമെന്റിലേക്ക് നിങ്ങൾ ഒരു ടാക്സ് അടയ്ക്കണം, GST. ഓക്കെ അല്ലേ? നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറന്റിൽ കഴിച്ച പൈസ കൊടുത്ത് ടാക്സ് നിങ്ങൾ പോയി ഒരു ഗവൺമെന്റ് ഓഫീസിൽ നേരിട്ട് പോയിട്ടാണോ അടയ്ക്കുന്നത്? അല്ല. എന്താണ് അവിടുത്തെ ടാക്സിന്റെ പ്രൊസീജിയർ? നിങ്ങൾ പറയും. ടാക്സിന്റെ പൈസയും കൂടി ചേർത്ത് നിങ്ങൾ ആർക്ക് കൊടുക്കും? റെസ്റ്റോറന്റിന് കൊടുക്കും. റെസ്റ്റോറന്റ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി ആ ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ശരിയാണോ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ടാക്സ് ഇൻസിഡൻസ്, ടാക്സ് ഇമ്പാക്ട് എന്ന് പറയും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ടാക്സ് അടയ്ക്കണം, അല്ലെ? അപ്പൊ ടാക്സ് അടയ്ക്കാൻ ഗവൺമെന്റ് പറയുന്നത് നിങ്ങളോട് തന്നെയാണ്. ഗവൺമെന്റിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ആരെന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഈ ഓരോ വാക്കും എന്താന്ന് നോക്കി. ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ബേർഡൻ ഓഫ് ടാക്സേഷൻ ആരുടെ പുറത്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ. ഗവൺമെന്റ് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്നാണോ യഥാർത്ഥത്തിൽ പൈസ പോകുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ. ഇമ്പാക്ട് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞാലോ ഗവൺമെന്റ് ആരിൽ നിന്നാണോ ടാക്സ് കളക്ട് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പാക്ട് ഓഫ് ടാക്സേഷൻ. വീണ്ടും ഞാൻ GSTയിലേക്ക് വരാണ്. GSTയില് ആരോടാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്? റെസ്റ്റോറന്റ് ഓണറിൽ നിന്ന്. പക്ഷെ റെസ്റ്റോറന്റ് ഓണർ സ്വന്തം പോക്കറ്റിൽ നിന്നാണോ GST കാശ് അടയ്ക്കുന്ന? അല്ല. ആരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന്, അല്ലെ? അപ്പോ ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത ഇൻസിഡൻസ് ഓഫ് ടാക്സേഷനും ഇമ്പാക്ട് ഓഫ് ടാക്സേഷനും രണ്ട് ഡിഫറന്റ് ആളുകളിലായിരിക്കും. GSTയുടെ എക്സാമ്പിൾ പറയും. ഇമ്പാക്ട് ഓഫ് ടാക്സേഷൻ ആരുടെ കയ്യിലാ? ഫൈനൽ കാശ് പോണത് ആരുടെ കയ്യിൽ നിന്നാ? ടാക്സ് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. ഇമ്പാക്ട് ഓഫ് ടാക്സ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നാ? റെസ്റ്റോറന്റ് ഓണറുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ ടാക്സ് ഇൻസിഡൻസും ടാക്സ് ഇമ്പാക്റ്റും രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിലാണെങ്കിൽ അത്തരം ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി ഇൻകം ടാക്സ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കിയേ. ടാക്സ് അടയ്ക്കാൻ പറയുന്നതും നിങ്ങളോട് തന്നെയാണ്. ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത് നിങ്ങളാണ്. ടാക്സ് ഇൻസിഡൻസും ഇമ്പാക്റ്റും ഒരേ പേഴ്സണിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ്. റിവൈസ് ചെയ്യും. എന്താ കൺസെപ്റ്റ്? ടാക്സ് ഇമ്പാക്റ്റും ടാക്സ് ഇൻസിഡൻസും ഒരേ പേഴ്സണിലാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ടാക്സ് എന്നും, രണ്ട് ഡിഫറെന്റ് പേഴ്സണിലാണെങ്കിൽ അതിന് എന്തെന്ന് പേര് വിളിക്കുക? ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയും. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ഓക്കെ അല്ലേ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റും ഇൻഡയറക്റ്റ് ടാക്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ഈ ഓരോ ടാക്സ് ഇൻഫ്ലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം.